ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞത് ആംഫിറ്റ് എന്ന് പറഞ്ഞ ലക്ഷറി സ്മാർട്ട് വാച്ചിൻ്റെ ഹാൽക്ക് എന്ന മോഡൽ വരുന്ന സ്മാർട്ട് വാച്ചിൻ്റെ റിവ്യൂ എല്ലാം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞതാണ്. അത് നമ്മൾ രണ്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനുശേഷം നമ്മൾ മൊബൈലുമായിട്ട് കണക്ട് ചെയ്തിട്ട് വാൾപേപ്പർ സെറ്റ് ചെയ്യുന്നതും ഫോട്ടോ സെറ്റ് ചെയ്യുന്നതൊക്കെയാണ് ആ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാഴ്ച നമ്മൾ വാച്ച് ഉപയോഗിച്ചിട്ട് അതിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ആ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ വാട്ടർ പ്രൂഫാണ്. അപ്പോൾ അന്നത്തെ വീഡിയോസിൽ ഞാൻ കറക്റ്റ് കാണിച്ചു തന്നിട്ടുണ്ട് വെള്ളത്തിലിട്ട് കഴുകുന്നതെല്ലാം. പിന്നെ അതിന് ശേഷം പിന്നെ ലോങ് ബാറ്ററി ലൈഫാണ് കമ്പനി അവകാശപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആണ് ഇന്നത്തെ വീഡിയോസിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ സുഹൃത്തുക്കളെ, ഈ സ്മാർട്ട് വാച്ചിൻ്റെ മൂന്നാമത്തെ വീഡിയോസ് എന്ന് തന്നെ പറയാം. നമ്മൾ ചുരുങ്ങിയത് രണ്ടാഴ്ചയിൽ മേലെ ഇത് ഉപയോഗിച്ചിട്ടുള്ള അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വീഡിയോസിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സാധാരണ വാച്ചിൻ്റെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് റിവ്യൂ ആണ് ചെയ്യാറ്. ഒന്ന് റിവ്യൂ, പിന്നെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു വീഡിയോസ് അങ്ങനെ ആയിട്ട് നമ്മൾ ചെയ്യാറാണ്. ഈ വാച്ചിൻ്റെതാണ് നമ്മളിപ്പോൾ മൂന്നാമത്തെ വീഡിയോ ചെയ്യുന്നത്. ഒരൊറ്റ ചാർജിങ്ങിൽ കമ്പനി അവകാശപ്പെടുന്നത് തന്നെ ലോങ് ബാറ്ററി ലൈഫ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടാഴ്ചയിൽ മേലെ ഇത് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് 20 ദിവസമാണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു ബാറ്ററി ലൈഫ് തന്നെ കിട്ടുന്നത് കേട്ടോ. പിന്നെ വാട്ടർ പ്രൂഫാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ഈ സോഫ്റ്റ്വെയറുകളെല്ലാം പക്ക അടിപൊളി വർക്കിംഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നമ്മളിതാ ഒരു ദിവസം നടന്ന ഫിറ്റ്നസ്സിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ റിപ്പോർട്ട് നമുക്കിതിൽ കാണാൻ വേണ്ടി കഴിയുന്നുള്ളത് കണ്ടില്ല. അപ്പോൾ ഓരോ ഡേറ്റിനനുസരിച്ചിട്ട് ഇതാ ഓരോ ആഴ്ചത്തെ ആ ഒരു ഇതാണ്. നമുക്കിപ്പോൾ കെട്ടാത്ത ദിവസമാണ്, വാച്ച് ഉപയോഗിക്കാത്ത ദിവസമാണ് സീറോ ഇത് കാണിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളത് ഡേറ്റ് അടക്കം ഇതിൽ കാണിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് ആപ്ലിക്കേഷനുകളൊന്നുമില്ല കേട്ടോ. ആവശ്യത്തിനുള്ള സംഭവങ്ങൾ മാത്രം കാണിച്ചിട്ടുള്ളൂ. ചിലതിലെല്ലാം നമുക്ക് കാണാം വാട്സപ്പ്, ഫേസ്ബുക്ക്, എന്നാലും അതൊന്നും ഉപയോഗിക്കാനും പറ്റില്ല, വെറുതെ കുത്തിയറച്ച് കയറ്റിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. നമുക്ക് വാട്സപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നമ്മൾ മൊബൈലുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഓണാക്കി കിട്ടുന്നുണ്ടാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും, അത്രേ മാത്രമേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇതിൽ BP, അതുപോലെ ഹാർട്ട് ബീറ്റ്, അങ്ങനെ ഫിറ്റ്നസ് പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഹെൽത്ത് പരമായിട്ടുള്ളത് അതെല്ലാം നമുക്ക് ഇപ്പോൾ ഇതിൽ കയ്യിൽ കെട്ടാണ്ട് ഞാൻ ഓണാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം അത് കംപ്ലീറ്റ് വർക്കിംഗ് ആണോ ഇല്ലെന്നില്ല. അപ്പോൾ കണ്ടില്ല, അത് വർക്കിംഗ് അല്ല. അപ്പോൾ അത് കയ്യിൽ കെട്ടാനാണ് പറഞ്ഞത്. നമുക്ക് ഇതൊന്ന് ഓണാക്കി നോക്കാം. ഇത് ഓണാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇത് ഓണാക്കിയിട്ട് കയ്യിൽ കെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ കെട്ടാനുള്ള ആ ഒരു ഇത് കാണിക്കും. ചില വാച്ചിൽ അങ്ങനെയല്ല, കെട്ടിയാലും കെട്ടിയില്ല എന്നുണ്ടെങ്കിലും അതിന് ഫിക്സഡായിട്ട് അവർ അതിൽ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു നമ്പേഴ്സാണ് കാണിക്കാൻ വേണ്ടിയില്ല. അപ്പോൾ നമ്മൾ കയ്യിൽ കെട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് കയ്യിൽ കെട്ടിയിട്ട് ഒന്ന് നോക്കി നോക്കാം ഇനി എങ്ങനെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഇതാ കയ്യിൽ കെട്ടിയിട്ടുണ്ട്. കയ്യിൽ കെട്ടിയിട്ട് അതിന് ശേഷം നമുക്ക് ഓണാക്കി നോക്കാം, എന്നിട്ട് എത്രമാത്രം അതിൻ്റെ ആ ഒരു ഇത് കാണിക്കും എന്നുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് നമുക്ക് പ്രേക്ഷകർക്ക് കാണിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിനൊരു ഇത് വേണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യാൻ ഉള്ള കാരണം. നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, നമുക്കതിനി ഒരു ദിവസം ഇപ്പോൾ ഞാനിപ്പോൾ 2 പ്രാവശ്യമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കാണിക്കും. ഒരാഴ്ചത്തെ റിപ്പോർട്ട് വേണമെങ്കിൽ അത് കിട്ടും നമുക്ക്. അങ്ങനെ അതും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് നോക്കി നോക്കാം. സ്പോർട്സിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, അത് നമുക്ക് നോക്കി നോക്കാം. ഇനി മാത്രമല്ല, നമുക്ക് ഇനി സെറ്റിങ്സിൽ പോയിട്ട് നമ്മളിപ്പോൾ ഇതിൽ ഓൺലൈൻ ഡിസ്പ്ലേ എല്ലാം നമുക്ക് സെറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിത് അവിടെ വരുന്നു, സെറ്റിങ്സിൽ പോയിന്നുണ്ട്. നമുക്കിതവിടെ ബാറ്ററി ലൈഫ് എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കിട്ടും, 1 മാസത്തിനും കൂടുതൽ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓണാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു മങ്ങിച്ചുണ്ടാവുമെന്ന് മാത്രം ഉണ്ടല്ലേ. ഇങ്ങനെ ചെറുതായിട്ടൊരു മങ്ങിച്ച്, അപ്പോൾ ഒന്നുകൂടി നമുക്ക് ബാറ്ററി ലൈഫ് കിട്ടും. അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. നമുക്കിത് അങ്ങനെ വരുന്നു, അതിൻ്റെ ആ ഒരു ഇതിവിടെ കാണിക്കുന്നുണ്ട്. നമ്മളിത് ഇതിൽ വരുന്നിട്ട് ഇത് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി കുറച്ച് ഇതും കൂടിയും കിട്ടും. ഇത് നമുക്ക് ഇതിൻ്റെ സ്റ്റൈല് മാറ്റാനുള്ളതാണ് കേട്ടോ. ഏതൊക്കെ മോഡലിക്ക് സ്റ്റൈല് മാറ്റാവുന്നുണ്ട് ആ ഒരു രീതിക്ക് പെർമനൻ്റ് സെറ്റ് ചെയ്യുക. ഇങ്ങനെ ഇത് ഡബിൾ പ്രസ് ചെയ്യുന്നുണ്ടാൽ അതിൻ്റെ ആ ഒരു ഇത് മാറുന്നു. അങ്ങനെ 4 ടൈപ്പിക്കുള്ളത് മാറ്റാൻ വേണ്ടി പറ്റും. അതിനുള്ളതാണ്, ആ സ്റ്റൈലുള്ളതാണ് ഡിസ്പ്ലേ പോയിന്നുണ്ടാലാണ് നമുക്ക് വാൾപേപ്പർ അത് നമുക്ക് അല്ലാണ്ട് തന്നെ സെറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനെ മാറ്റിയിട്ട് അത് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഡിസ്പ്ലേയിൽ വീണ്ടും വരുന്ന നമ്മൾ ഇത് ബ്രൈറ്റ്നസ് കൂട്ടാനുള്ളത്. ഓക്കെ, ഇവിടെ വന്നിട്ട് വാച്ചിൻ്റെ ടൈമിങ്, ഡിസ്പ്ലേയുടെ ടൈമിങ് ഇതാക്കാനുള്ളത്. ഓക്കെ, ഇത് റെസ്റ്റിൻ്റെതാണ്. ഓക്കെ, ഇവിടെ വന്നുകൊണ്ടാലാണ് നമുക്ക് 1 വൈസ് ഡിസ്പ്ലേ സെറ്റ് ചെയ്യാനുള്ളത്. അതിൽ ക്ലോക്ക് ടൈപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ഡിജിറ്റൽ ടൈപ്പിലുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ഇതാണ് മാറ്റിയിട്ടുള്ളത്. നമുക്ക് നോക്കി നോക്കാണ്ടില്ലേ, ഡിജിറ്റൽ ടൈപ്പിലേക്കാണ് വന്നിട്ടുള്ളത്. ഓക്കെ, വീണ്ടും നമ്മൾ വരുന്നു, ഇതിൽ പോകുന്നു, ഡിസ്പ്ലേയിൽ വരുന്നു.
ഓക്കെ. ഇതിൽ വന്നതിന് ശേഷം നമുക്കിത് മാറ്റി കൊടുത്തു നോക്കാം. ഇത് മാറ്റി കൊടുക്കുന്നുണ്ടാൽ എന്താണ് വരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് ഈ ഒരു ടൈപ്പിക്ക്. പക്ഷേ ഇത് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല ഇങ്ങനെ നമുക്ക് എത്ര ദിവസം ഇങ്ങനെ ആകുമ്പോൾ ബാറ്ററി കിട്ടും എന്നുള്ളത്. ഏകദേശം ഒരു 20 ദിവസത്തിന് മേലെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വാൾ ബേസ് ഡിസ്പ്ലേ എല്ലാം നമുക്ക് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ കൂടുതൽ കിട്ടുമെന്നാണ് തോന്നുന്നത്. വേണമെങ്കിൽ അതിന് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു വീഡിയോ ഇത് ഓണാക്കി വെച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഒരു വീഡിയോ ചെയ്ത് നോക്കാമെന്ന് മാത്രം. ഓക്കെ. വീണ്ടും ഇവിടെ വരുന്ന നമുക്ക് നോർമലിലേക്ക് മാറ്റുന്നു. ഓക്കെ. അതിന് ശേഷം നമുക്ക് ഇവിടെ വരുന്നു. ഇങ്ങോട്ട് താഴെ പോയി കണ്ടാൽ പിന്നെ നമുക്ക് ലാംഗ്വേജ് കാര്യങ്ങളൊക്കെയാണ്. QR കോഡ് സ്കാൻ ചെയ്യാനുള്ള സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. വൈബ്രേഷനും അതേപോലെ സൈലൻ്റ് ആക്കാനുള്ള സംഭവം അത് ആണ് ചോദിക്കുന്നത്. പിന്നെ നമുക്ക് ടൈമിങ് സെറ്റ് ചെയ്യണം. ഒരുവിധം വാച്ചിലെല്ലാം ടൈമിങ് മൊബൈലുമായിട്ട് കണക്ട് ചെയ്തെന്നുണ്ടാലാണ് ഇതേപോലെ സെറ്റ് ചെയ്യാനുണ്ടാവില്ല. നമുക്കിപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡേറ്റ് ടൈമിംഗ് എല്ലാം സെറ്റ് ചെയ്യുക. അത് മാത്രം മൊബൈൽ കണക്ട് ചെയ്യുന്നുണ്ടാലും അതും ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ 12 മണിക്കൂർ പിന്നെ 24 മണിക്കൂർ എന്നുള്ളത് മാറ്റി കൊടുക്കാനുള്ള ആ ഒരു ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. അതാണ് അതിന് ശേഷം വരുന്നത്. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടാൽ റീസ്റ്റാർട്ട് ഷട്ട് ഡൗൺ പിന്നെ ഫാക്ടറി സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. ഫുൾ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ടാൽ. പിന്നെ ഈ ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരുവിധം എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ബ്രൈറ്റ്നസ് കൂട്ടാനും കുറക്കാനുള്ള ആ ഒരു ഇതുകളെല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കോളിങ് ഇതാണ് ബ്ലൂടൂത്ത് കോളിങ്ങിൻ്റെ മെയിൻ സംഭവം. ഇത് ഓൺ ആക്കിയിട്ടിട്ട് നമുക്ക് മൊബൈലുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇത് ചെയ്യാനുള്ളതാണത്. അത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കണം. ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ കുറച്ചും കൂടി ദിവസം നമുക്ക് ബാറ്ററി ലൈഫ് എല്ലാം കിട്ടും. ഇത് വാച്ചിൻ്റെ മോഡൽ നമ്പർ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇത് ടോർച്ച് ഉണ്ട്. ടോർച്ച് ഓൺ ആക്കിയിട്ടുണ്ടാൽ ഇതാവും. പിന്നെ അതിന് ശേഷം പിന്നെ സ്ലിപ്പിംഗ് മോഡ് ഉണ്ട് കേട്ടോ. സ്ലിപ്പിംഗ് മോഡിലേക്ക് നമുക്ക് പോയിട്ട് അത് വേണമെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതാണ്. ഇത് ഓൺ ആക്കിയെന്നുണ്ടാലാണ് നമുക്ക് ബാറ്ററി അതിങ്ങനെ വന്നിട്ട് ചെയ്യാമെന്ന് മാത്രം. സുഹൃത്തുക്കളെ, അപ്പോൾ സ്മാർട്ട് വാച്ച് 2 ആഴ്ചയിലും കൂടുതൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസും പിന്നെ ഇതിലത്തെ സോഫ്റ്റ്വെയറിൻ്റെ ആ ഒരു വർക്കിങ്ങും പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസും ഹെൽത്ത് പരമായിട്ടുള്ളതും സ്പോർട്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടായിരിക്കും. ഓക്കെ. ബൈ ബൈ.